ഒരു ചെറിയ ആണവ റിയാക്ടർ ഇന്ത്യ നിർമ്മിക്കുകയാണ്. 200 മെഗാവാട്ടാണ് ഈ ആണവ റിയാക്ടർ എന്ന് പറയുന്നത്. എന്തിനാണ് ഇന്ത്യ നിർമ്മിക്കുന്നത്? ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? നമുക്ക് നോക്കാം. ചരക്ക് കപ്പലുകളിലും മറ്റ് കാര്യങ്ങളിലും സ്ഥാപിക്കാൻ കഴിയുന്ന 200 മെഗാവാട്ട് ശേഷിയുള്ള ഒരു ചെറിയ വലിപ്പത്തിലുള്ള ആണവ റിയാക്ടറാണ് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ വഴി ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൽ നിന്നാണ് ആണവോർജ്ജം ലഭിക്കുന്നതെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങൾക്ക് എവിടെയും ഒരു കപ്പലിൽ പോലും ഈ റിയാക്ടർ സ്ഥാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ ശാസ്ത്രജ്ഞർ 55 മെഗാവാട്ടിൻ്റെയും 200 മെഗാവാട്ടിൻ്റെയും 2 ആണവോർജ്ജ റിയാക്ടറുകൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. സിമൻറ്റ് നിർമ്മാതാക്കൾ പോലുള്ള ഉയർന്ന ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള കമ്പനികൾ ഉപയോഗിക്കുന്ന പവർ പ്ലാന്റുകളിൽ ഇത് സ്ഥാപിക്കാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആണവ റിയാക്ടർ ഒരു ഫാക്ടറിയിൽ സ്ഥാപിക്കുകയാണ്. സാധാരണ ആണവ റിയാക്ടർ സ്ഥാപിക്കണമെങ്കിൽ ഇത് കൂടംകുളം പോലെ അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും പ്രദേശം പോലെ കടൽ തീരമൊക്കെ സെലക്ട് ചെയ്ത് വളരെയധികം പണിപ്പെട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. പോരാത്തതിന് വർഷങ്ങളുടെ പ്രയത്നം ആവശ്യമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഫാക്ടറികളിൽ സ്ഥാപിക്കാൻ, അതായത് വീട്ടിലൊക്കെ നമ്മളിപ്പോൾ വൈദ്യുതി മീറ്റർ സ്ഥാപിക്കുന്നത് പോലെ ആണവ പ്ലാന്റുകൾ വന്ന് സ്ഥാപിക്കുക, അതിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കിയുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. ഇപ്പോൾ അങ്ങനെ ആയെന്നല്ല പറയുന്നത്, അങ്ങനെയാണ് നമ്മുടെ രാജ്യം പോകുന്നത്. ഈ ആണവ റിയാക്ടർ വളരെ സുരക്ഷിതമാണെന്നും വ്യാപാര നാവിക കപ്പലുകൾക്ക് വൈദ്യുതി നൽകാൻ ഇത് ഉപയോഗിക്കാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഊർജ്ജ മേഖലയിൽ ആണവോർജ്ജത്തിൻ്റെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിൽ ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ മുഖ്യ പങ്ക് വഹിക്കും എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇന്ത്യ നിർമ്മിച്ച തദ്ദേശീയ ആണവ അന്തർവാഹിനികളായിട്ടുള്ള INS അരിഹന്ത്, അരിഘട്ട് എന്നിവ പ്രവർത്തിപ്പിക്കുന്നതും ഇവയ്ക്ക് 83 മെഗാവാട്ട് റിയാക്ടർ ശേഷിയുള്ള ആണവ റിയാക്ടറുകൾ ഉണ്ടതിൽ. പോരാത്തതിന് 3ാമത്തെ ആണവ അന്തർവാഹിനിയായിട്ടുള്ള INS അരിധാം, അതിൽ ഇത് ഘടിപ്പിക്കുന്നതിൻ്റെ പരീക്ഷണ ഘട്ടത്തിലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.